ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ പോവാ. അതെ, നമ്മളിന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോൾഡൻ ചിക്കൻ. അച്ഛൻ കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വയറ് കയറിക്കൊണ്ടു നീ ഗോൾഡ് എവിടെ അടിച്ചോണ്ട് വെച്ചേക്കുന്നത്? അതുകൊണ്ട് നിന്റെ കഴിച്ചെങ്ങാനും എടുത്ത് പൊടിച്ചാ. ഇതാണ് ഗോൾഡ്. ഇതിനകത്ത് സ്വർണ്ണ പൊടികളാണ്, പൊടികൾ. നീ കുറെ കൊണാക്കറിയും കൊണ്ട് വരും. ഇതൊക്കെ അവന്റെ കയ്യിലൊക്കെ പിന്നെ വയറ്റി പോയ വല്ല കുഴപ്പമുണ്ടോ? അച്ഛൻ ഇത് ഉണ്ടാക്കി കഴിക്കും. ഇത് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന ഡിഷാണ് ഗോൾഡൻ ചിക്കൻ. ചെയ്തിട്ടുണ്ടോ? ചിക്കൻ വിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ആൾക്കാർ. കുഴപ്പമില്ല. നമ്മൾ സ്വർണം തിന്നുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്ത് കിട്ടും. പണ്ട് കൊച്ചുങ്ങള് ജനിക്കുമ്പോ പണ്ട് സ്വർണ്ണം ഉരച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാം. പണ്ട് ആശുപത്രി വെച്ച് മുമ്പേ കൊച്ചുങ്ങൾക്ക് തേനും സ്വർണ്ണോടെ ഉരച്ചു കൊടുക്കുന്നു. പക്ഷെ എസേറ്റിലൊന്നും ഇല്ലായിരുന്നേ. സ്വർണ്ണ കരണ്ടിയും കൊണ്ട് ജനിക്കുന്ന അതായിരിക്കും. ഇത് ഞാൻ ഒന്ന് തുറന്ന് കാണിക്കാം. We are rich. അച്ഛാ, നമ്മൾ റിച്ച് ആയച്ചാ. വേണ്ടച്ചാ, നമുക്ക് ട്രിവാൻഡ്രം സിറ്റി മേടിച്ചല്ല ഇത് വെച്ച്. എന്റെ കണ്ണിലില്ല, മറ്റേ ഇല്ല, ആകാശത്ത് നിന്ന് ഇല്ല, നക്ഷത്രങ്ങൾ പോണല്ലേ. നിങ്ങൾ കാണാൻ വാനത്തുണ്ടാമാ? ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമ്മളെ കേക്ക് ഒക്കെ ഇല്ലേ, കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പണ്ടേ ഗോൾഡ് കളറിലൊക്കെ കാണത്തില്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഒരു മോക്ടെയിൽ ഉണ്ടാക്കാം നമുക്ക്. ഇല്ല, ഇത് വെറൈറ്റിയാണ്, ഇഷ്ടപ്പെടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു മോക്ടെയിൽ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒത്തിരി വെറൈറ്റി അങ്ങ് കൊണ്ടുവരുമല്ലേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അല്ല, ഇതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. അല്ല, ഇത് ഉള്ളതാട്ടോ. ഈ ഗോൾഡൻ ചിക്കനൊക്കെ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഐറ്റമാണ് ഈ ഗോൾഡൻ. കേക്കിലൊക്കെ ഉണ്ട്. റെഡ് ബുൾ വെച്ചാണ് നമ്മൾ മോക്ടെയിൽ ഉണ്ടാക്കുന്നത്. റെഡ് ബുള്ളും പിന്നെ ഈ ഒരു പോമഗ്രാനൈറ്റിൻ്റെ ജ്യൂസും. ഇനി നമുക്ക് നമ്മുടെ സ്വർണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. അടിയിലോട്ട് സ്വർണ്ണ തരി അതിനകത്ത് കറങ്ങുന്നു. എത്ര കൂടിയെന്ന് കുറച്ച് കൂടി കൂടിയില്ല, അതങ്ങനെ. ഇത് ഭയങ്കര രാസപ്രവർത്തനം കേട്ടോ. സീരിയസ് നോക്കി ഒരു സ്പൂണിനകത്ത് ശകലം. അച്ഛാ, ജ്വല്ലറി പോവാ, ഇത് കൊണ്ട് കൊടുത്തിട്ട് പൈസ മേടിക്കാം. നമുക്ക് ഇരട്ടിലാവുന്ന അരിച്ചു തരാൻ പറയും. നമുക്ക് അരിച്ചു കൊടുത്താലോ. ഇനി കുറച്ച് മിൻറ്റൂടെ ഇടാം. അതെ, ഈ ഡ്രിങ്ക് ഞാൻ കൊണാക്രിയേറ്റ് ഉണ്ടാക്കിയതല്ല കേട്ടോ. ഈ ഡ്രിങ്ക് ഉണ്ട്, ഇങ്ങനത്തെ ഡ്രിങ്ക് ഉണ്ട്. ഉണ്ട്, ശരിക്കും ഉണ്ട്. കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വലിയ ഹോട്ടലൊന്നും പോയിട്ടില്ലല്ലോ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെ വീടിപ്പോ വലിയൊരു ഹോട്ടലായി പോയില്ലേ. വലിയ ഹോട്ടലിലല്ലേ ഇതൊക്കെ ഉണ്ടാക്കൂ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇതിനകത്ത് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് അറിയുന്നില്ല. ഞാൻ വാ കൊപ്പിളിക്കുന്നതിന്റെ സ്വർണത്തിലാണ്. We are rich. എനിക്കിത് മൊത്തം വേണം, എനിക്ക് ഇത്രയും സ്വർണ്ണം വേണം. ഇവിടൊക്കെ ആയോ? ഇല്ല ഇല്ല ഇല്ല, മിനിക്കില്ലേ? ഇല്ല. ഇച്ചിരി തരാം, ഇച്ചിരി സ്വർണ്ണം. ടേസ്റ്റ് ഉണ്ടല്ലേ സാധനം, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ സ്വർണത്തിന്റെ രുചി ഇല്ല. സ്വർണത്തിന്റെ ടേസ്റ്റ്, അതിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ല. വേറൊന്നുമില്ല. ഏത് ആഹാരം നമ്മൾ ഓവറായിട്ട് കഴിക്കരുത്. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ടേസ്റ്റ് കഴിക്കുന്ന അതങ്ങ് പോകും. ഏത് ഫുഡായാലും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് സ്വർണം തിന്നുന്നത്. പക്ഷെ ഒരു സ്വർണം തിന്നൊരു ഫീൽ ഉണ്ടല്ലേ, ഒരു സ്വർണം തിന്നുന്ന ഇതൊന്നും വേണ്ടാത്തൊരുത്ത കിടക്കുന്നത്. അപ്പി, സ്വർണം വേണോ? അച്ഛാ, നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയൊന്നും തരില്ലേന്ന് ഇന്ന് ഇട്ട വീഡിയോയിലെ കമന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെറുപ്പമാണ്, നിങ്ങൾ പ്രായമായ ഇതാണ്, നിങ്ങൾക്ക് ഇങ്ങനൊന്നും ഉണ്ടാക്കി തരില്ല എന്നൊക്കെ. എങ്ങല്ല ഞൊങ്ങ.
ഇതെല്ലാം തിന്ന് ഞൊങ്ങാവും കൊട്ടത്തേക്ക്. ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഒറിഗാനോ, കുറച്ച് കുരുമുളക് പൊടി, മസ്റ്റാർഡ് സോസ്, അത് സ്വർണ്ണത്തിൻ്റെ കളറാണ്, ഇത് മഞ്ഞ കളറാണ്, ഉപ്പ്, സോൾട്ട്, കോൺഫ്ലവർ. ഓക്കെ സോ നമ്മുടെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ സമയം എത്ര മണിയാച്ചാ? 10-11 മണിയാകണ്ടായെന്ന് തോന്നുന്നില്ലേ? 11:45 കഴപ്പ്. സ്വർണം തിന്നണോ 11:45? ആ എന്തായാലും ആയിക്കോട്ടെ, നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. അതാ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനൊക്കെ നുള്ളിപ്പറക്ക് പക്കിയേയും പാറ്റയും ഒക്കെ അടിച്ച് തിന്നുക. നോക്കുന്നത് അവന്റെ ഭക്ഷണം അതാണ്. ഓ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാം. മൈദ, കോൺഫ്ലവർ പൊടി എല്ലാം 1 കപ്പ് വെച്ച് മതി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എന്താണ് ഇടേണ്ടത്? അച്ഛാ പറയൂ. ഇത്ര നാൾ കണ്ടിട്ടില്ലേ ഫ്രൈഡ് ഉണ്ടാക്കിയത്? അങ്ങനെ കണ്ടിട്ടില്ലേ? പറ. നീ ഉപ്പിട്ട് മിക്സ് ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ എടുത്തപ്പോഴല്ലേ മനസ്സിലായത്. ഉപ്പ് ഇട്, ഗാർലിക് പൗഡർ, കുരുമുളക്, നരച്ച ഇതൊക്കെ എടുത്ത് നരച്ചാന്ന് വിചാരിക്കും. മാവാണ്. അത്ര പ്രായമൊന്നും ആയിട്ടില്ല. എനിക്ക് നര വരുന്ന വെച്ചാൽ ഇവിടെ ഉണ്ട് കേട്ടോ നര. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഭാഗത്ത് നരയുണ്ട്. മൂക്കിന്റെ താഴെ ഇത് ആരെ പൂത്തൊലഞ്ഞിരിക്കുന്ന നേരം ഇവിടെ പ്രായം കൂടുതൽ ജരാന്തരങ്ങൾ ബാധിക്കും. അത് നമ്മുടെ ഈ ഫുഡിന്റെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ. ഗോൾഡൊക്കെ സ്വർണ്ണമൊക്കെ തിന്നുന്നേ. ഇതെല്ലാം ഇനിയിപ്പോ ഗോൾഡ് ആവുമെന്നാ തോന്നുന്നു. എങ്ങനെ രക്ഷപ്പെട്ട് എന്നാ ഞാൻ ഷേവ് ചെയ്യുന്നെടുത്തോണ്ട് കൊടുക്കും. എന്ന് രാവിലെ എണീറ്റ് ഷേവ് ചെയ്യുക, ജ്വല്ലറി കൊണ്ട് കൊടുക്കുക. അതുപോലെ ബാർബർ ഷോപ്പിൽ പൈസ കൊടുക്കണ്ട്. അതെ, കുറച്ച് സ്വർണ്ണം എടുത്താൽ ഭയങ്കര ഡിമാൻഡ് അല്ല, വെട്ടാനും ആളായിരിക്കും. പിന്നെ ക്യൂ വയ്ക്കും വീട്ടില്. തല വെട്ടിക്കൊണ്ട് പോകുന്ന അറിയത്തില്ല. നമ്മളീ ഒരു ചെറിയ പാത്രത്തിലാട്ടോ വയ്ക്കുന്ന. അതാകുമ്പം കുറച്ച് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം. കൈയിട്ട് വെക്കണ തിളച്ചാണ് സ്വർണ്ണ കളറി വരും. ഇത് ചൂടായി കേട്ടോ. എല്ലാവരും രാവിലെ ഒന്ന് റിവ്യൂ പറയണം കേട്ടാ, തിന്നിട്ടുള്ള കേട്ടാ. ആർക്ക് സ്വർണം കിട്ടിയെന്ന്, കൂടുതൽ സ്വർണം കിട്ടിയത് ആർക്ക്? അത് വൃത്തിയിൽ വിട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടാ. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അച്ഛാ ഇത് ഗോൾഡൻ കളർ ആയില്ലല്ലോ. ഗോൾഡ് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിനി ഗോൾഡ് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഉണ്ടാക്കിക്കോ. അപ്പോൾ ഈ ചിക്കനെ നമ്മളിനി സ്വർണ്ണ ചിക്കനാക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗോൾഡ് അങ്ങോട്ട് ഇടാം. ഇത് പറക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. വാ പിന്നെ അല്ല, നമുക്ക് സ്വർണത്തിന് വില കൂടിയാലൊക്കെ നമുക്ക് പുല്ല. ഇപ്പൊ എത്ര കൊല്ലം രൂപ ഒന്നും കണ്ടൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മള് സ്വർണത്തിന് വില പോലും നോക്കാറില്ല. നമ്മള് സ്വർണത്തിനൊക്കെ വില കൂടിയ സമയത്തൊക്കെ നമ്മൾ സ്വർണം പിടിച്ച് തിന്നുവാണ് ഇല്ലേ? അതെ, 1.5 ലക്ഷം രൂപയുടെ സാധനമാണ് പോട്ടൊക്കെ പോണ. എന്താ ചെയ്യാം. സ്വർണ്ണ കളറായി കേട്ടാ. ഇനി കുറച്ചും കൂടെ കറക്ക്, നല്ല മിക്സ് ചെയ്യുമ്പോൾ സൂപ്പർ ഇത് വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്വർണ്ണ പൊടി ഇട്ട് നമ്മുടെ സോസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗോൾഡ് ആവുന്നു.
ഒരു റിച്ച് ലുക്ക് ഉണ്ടല്ലേ. മൊത്തത്തിൽ സ്വർണ്ണം. മൊത്തത്തിൽ നീ റിച്ചാ. എടാ ഇവിടെ സ്വർണ്ണം പറത്തിക്കളിയായിരുന്നു. വേണ്ട ലെഗ് പീസ് തന്നെ അങ്ങോട്ട് എടുക്കാം. നല്ല ടേസ്റ്റ്. ഈ സ്വർണ്ണ പൊടിക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. സാധാ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ, ടൊമാറ്റോസിൻ്റെ ടേസ്റ്റ് തന്നെ. നല്ല ടേസ്റ്റ്. ടേസ്റ്റ് ഉണ്ടല്ലേ. സ്വർണത്തിന്റെ സംഭവം ഇല്ലല്ലേ. അല്ല നമ്മള് അച്ഛന്റെ ചുണ്ടിലൊക്കെ സ്വർണ്ണമായി. മീശയൊക്കെ തിളങ്ങുന്നു. ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? സ്വർണ്ണത്തിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഗോൾഡൻ ചിക്കൻ? സൂപ്പറായിരുന്നു. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് സംഭവം ഉണ്ട്. സ്വർണ്ണത്തിന്റെ ടേസ്റ്റ് ഒന്നുമില്ല. സ്വർണ്ണത്തിന്റെ ടേസ്റ്റ് എന്തിനാന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അങ്ങനെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് എന്ന് പറയില്ല. ഇല്ല, നമ്മൾ ഏത് സാധനത്തിൽ ഇട്ടാലും അതിന്റെ ടേസ്റ്റേ കിട്ടത്തുള്ളൂ. കാണാൻ ഭംഗിയാണ്. കാണാൻ ഭംഗിയുണ്ട്, നല്ല രസമാണ്. അതായത് നമ്മളൊരു സ്വർണ്ണം കടിച്ചു തിന്നൊരു ഫീല് ഉണ്ട് ശരിക്കും. സ്വർണ്ണം വയറ്റിലാക്കി എന്നുള്ളൊരു സന്തോഷം. നമ്മൾ കുറച്ച് കഴിച്ചോളൂ കേട്ടോ, എല്ലാം കഴിച്ചില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ അല്ലേ. നാളത്തെ കാര്യത്തിലാണ് ഞാൻ എക്സൈറ്റഡ്. ഏകദേശം എന്തായാലും ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത്. അങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല, പിന്നെ ജസ്റ്റ് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവർ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. കഴിച്ചില്ല, കുറച്ച് കഴിച്ചു. ബാക്കി നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത് അല്ലാതെ പൊരിക്കും. നമ്മള് സാധാരണ ആൾക്കാരല്ല, സ്വർണം വിഴുങ്ങിയവരാണ്. കോടികൾ വില മതിക്കുന്നില്ല നമുക്ക്. എവിടെയെങ്കിലും പോയാലേ മിഷൻ അടിക്കും. മിഷൻ അടിച്ചാൽ പൊക്കും. എയർപോർട്ടിലൊന്നും പോകാൻ പറ്റില്ല നമുക്ക്. നമ്മളല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ പോയിരുന്നു കേട്ടോ, ഇനിയിപ്പോ പോകാൻ പറ്റില്ല. ഈ സ്വർണ്ണം വയറ്റി കിടക്കൂലേ, സ്വർണ്ണം എല്ലാം താഴെ പോയാലേ പറ്റും. അയ്യോ നമ്മളെ പിടിക്കും. ചുമ്മാണ് കേട്ടാ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. ഏതാണ്ട് ഒരു 350 രൂപയോ 400 രൂപ കണ്ടുള്ള വില, അത്രേ ഉള്ളൂ. എന്നാലും സ്വർണ്ണത്തിൽ ഒരു ഫീൽ കിട്ടി. എന്തായാലും അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.